എല്ലാ മാന്യ സുഹൃത്തുക്കൾക്ക് ടൂർസ് ആൻഡ് ടെക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സിനിമയുടെ റിവ്യൂ ആണ്. നമ്മുടെ ചാനലിലെ ആദ്യമായിട്ടായിരിക്കട്ടെ ഒരു സിനിമയുടെ റിവ്യൂ ആണ്. ഒരുപാട് കാര്യങ്ങൾ ആദ്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഫസ്റ്റ് ഷോ കാണുന്നതും ആദ്യമായിട്ടാണ്. പിന്നെ ഈ എന്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയായിട്ട് ഭയങ്കര ബന്ധമുള്ള ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുടെ റിവ്യൂ അല്ല. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലുള്ള എല്ലാ സിനിമയും നല്ല സെലക്റ്റീവായിട്ട് നടന്ന സിനിമയൊക്കെ കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ഒരു റിവ്യൂ ആയിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും പറയൂല ഇതിന്റെ അത്. കാരണം എനിക്ക് അങ്ങനെ പറയാൻ അറിയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള റിവ്യൂ ആണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷകളായിട്ട് പോയി കണ്ട ഒരു പടം കേട്ടത്. അതായത് ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ഇതേപോലെ ഒരു പടം വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടാൻ തന്നെ വലിയ കട്ടപ്പണിയായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് ഒരു ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഒരെണ്ണല്ല 2 ടിക്കറ്റ് ഞാനും എന്റെ മോനെ കൂടിയാണ് പോയി കണ്ടത്. ലുലുവിൽ രാവിലെ 7 മണിക്കത്തെ ഷോയാണ് കണ്ടത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ പടം എന്തായാലും ഒരു പ്രാവശ്യം കാണാനുണ്ട്. ഈ പടം അത് തിയേറ്ററിൽ തന്നെ കാണാനുണ്ട്. അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഒരു പടമാണ്. അപ്പൊ നിങ്ങൾ പോയി കാണുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. യാതൊരു പ്രതീക്ഷയും വെക്കണ്ട. അങ്ങനെ വലിയ പ്രതീക്ഷയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സങ്കടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയണത് വലിയ പ്രതീക്ഷ. പിന്നെ ഇതിപ്പോ ഇതിന്റെ പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ടെക്നിക്കലായിട്ടുള്ള സിനിമ അത് മേക്ക് ചെയ്ത ആൾക്കാരുടെ കുറ്റമുണ്ട്. ആൾക്കാർ പറഞ്ഞ് കാട് കയറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജ് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ചെറിയ ഒരു പടം തോന്നുന്നു. അത് നമ്മൾ പറഞ്ഞ് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആരും ഉണ്ടെന്ന് പറഞ്ഞത് പോയി കാണണ്ട, നമുക്ക് സങ്കടം തോന്നും. കാരണം അങ്ങനെ നമുക്ക് പറഞ്ഞുണ്ടാക്കിയപ്പോ നമ്മൾ ഇവരെന്തായാലും ഉണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ച കുറെ മുഖങ്ങളുണ്ടല്ലോ. ആ ഒരു മുഖം പോലും നിങ്ങൾ ഈ ഇതിന്റെ അത് കാണാൻ പോലില്ല. അപ്പൊ നിങ്ങളൊരു സാധാരണ മൂവി കാണുന്നത് പോലെ പോയി കാണുക. പിന്നെ പറയാനുള്ളത്, പടം നല്ല ഗ്രാൻഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു മലയാളം പടമാണെന്ന് തോന്നൂല. ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കാണണ അത്ര ക്വാളിറ്റിയിൽ കാണാം. പിക്ചർ ക്വാളിറ്റി ആയാലും പിന്നെ ചെയ്തു വെച്ചേക്കണതായാലും. ഇപ്പൊ നമ്മൾ മലയാളം സിനിമ സാധാരണ ഒരു ലോ ബഡ്ജറ്റിൽ ഉണ്ടാക്കണായിരിക്കും. അപ്പൊ നമ്മൾ കുറെ നമ്മൾക്കിപ്പോ ഒരു ഹിന്ദി മൂവി ആയിട്ട് പോലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രക്ക് കാശേ മുടക്കുള്ളൂ മലയാളത്തിൽ. അപ്പൊ കുറെ ഇതൊക്കെ നമുക്ക് ഒരു ഒറിജിനാലിറ്റി ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ ഈ പടത്തിൽ അങ്ങനെയല്ല. നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യണം, നല്ല അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചേക്കണം. അത് ഇതിന്റെ ഒരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് എനിക്ക് അതൊക്കെ ഓക്കെയാണ്, മേക്കിംഗ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, വലിയ പ്രതീക്ഷയായിട്ട് ഈ സിനിമ പോയി കാണാതിരിക്കുക. അതാണ് നിങ്ങളോട് ഇനി കാണാൻ പോകുന്നവരോടുള്ള എന്റെ ഉപദേശം അതാണ്. പിന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള പടമാണ്. 3 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന് കാണും. ഒരു സ്ഥലത്ത് പോലും ബോറടിക്കലോ ഉറക്കം വരിക അങ്ങനെയൊന്നുമില്ല. 3 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്ക് ബോറടിപ്പിക്കുകയില്ല, ഉറക്കം വരികയില്ല, ഒന്നുമില്ല. പിന്നെ ലാലേട്ടൻ എന്താണ് പറയുന്നത്, ലാലേട്ടന്റെ ആ സ്റ്റാർഡം എന്ന് പറയുന്ന സംഭവമല്ല, അതിനെ നല്ല കൃത്യമായിട്ട് അതിന്റെ ഡയറക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ പ്രസൻസ് ഒക്കെ ലുലുവിൽ ആ തിയേറ്ററിൽ ഒരു നല്ല ആൾക്കാർ കയ്യടിയോടെയാണ് ഇൻട്രോ സീനൊക്കെ സ്വീകരിച്ചത്. പിന്നീടുള്ള ലാലേട്ടനെ കുറെ നേരത്തൊക്കെ എപ്പോ കാണിച്ചാലും കയ്യടിയായിരുന്നു ആൾക്കാർ. പിന്നെ പൃഥ്വിരാജിന്റെ ഇൻട്രോ പുള്ളിനെ കാണിച്ചപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൈയടിച്ചുകൊണ്ടാണ് പുള്ളിനെ സ്വീകരിച്ചത്. പിന്നെ ഞാൻ മാത്രം കൈയടിച്ചൊരു സീൻ ഉണ്ടായിരുന്നു, നമ്മുടെ ആന്റണി പെരുമ്പാവൂരായിട്ടൊക്കെ കാണിക്കുമ്പോൾ. പുള്ളി എല്ലാ പടത്തിലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പ്രത്യേകം പറയണ്ട, അത് ഞാൻ മാത്രം കൈയടിച്ചോളൂ, എന്നെ പോയി ബാക്കി ആരും കൈയടിച്ചില്ല. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ കൈയടിക്കാനുള്ള ഒരു ഇൻട്രോ ഉണ്ടായിരുന്നില്ല അത്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല ഫാക്ടറികളൊക്കെ ഉള്ള ഒരു പടമാണ്. നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണുക. അതിന്റെ അകത്ത് ഉപയോഗിച്ചേക്കണ പോലത്തെ ഹെലികോപ്റ്റർ ഒന്നും നമ്മള് മലയാളം പടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കൂടി പറ്റാത്ത ടൈപ്പ് സാധനങ്ങളെ കാണിക്കണം. പിന്നെ പല പല രാജ്യങ്ങളിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. പിന്നെ നമ്മള് എംപുരാന്റെ ലൊക്കേഷൻ ആണെന്നും പറഞ്ഞ് കാണിച്ച ആ പള്ളി, ഒരു പള്ളിയുടെ വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. ആ പള്ളിയും ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണിച്ച പോലത്തിലൊന്നും അല്ല, ഒരു പൊളിഞ്ഞിടക്കുന്ന കണ്ടീഷനിലാണ് കാണിച്ചേക്കുന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ നെഗറ്റീവ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ്, എന്റെ മാത്രം അഭിപ്രായമായിരിക്കും ചിലപ്പോ. ഇത് അങ്ങനെ ഒരു ഭീകര സെറ്റപ്പിലുള്ള ഞാൻ വെറുതെ പ്രതീക്ഷിച്ച പോലത്തെ, അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലത്തെ അത്ര ഭീകരമായിട്ടുള്ള ഒരു സംഭവങ്ങളുള്ള പടമല്ല. പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ പേര് പറയണ്ടായില്ല. മമ്മൂട്ടി, അമീർ ഖാൻ, ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, അങ്ങനെ എന്തോരോ ആൾക്കാർ പ്രതീക്ഷിച്ചാണ് പോയത്. അവരാരും കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ കഷ്ടപ്പെട്ട് വലിയ പ്രതീക്ഷ ഒന്നും വെക്കാണ്ട് പോയി കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചിലപ്പോ അങ്ങനെ കണ്ടാൽ കുറച്ചുകൂടെ, ഇപ്പൊ എനിക്ക് കിട്ടിയതിനെക്കാട്ടി കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷയില്ലാണ്. അത് ഒരുപക്ഷെ ഇതിന്റെ ഡയറക്ടറായ പൃഥ്വിരാജ് മുൻകൂട്ടി കണ്ടിരിക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ചെറിയ പടവും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ L3 ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത് എൻഡ് ചെയ്യിച്ചേക്കണം. അപ്പൊ ഇതിന് നല്ല കാര്യങ്ങളുണ്ട്. ഇത് മേക്ക് ചെയ്തേക്കണൊക്കെ നല്ല ക്ലാസ് ആയിട്ടാണ്. അതായത് ആ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ്.
പിന്നെ പ്രതീക്ഷിച്ച പോലെ പടം നമ്മളങ്ങോട്ട് കോരിത്തെരിപ്പിച്ചൊന്നുമില്ല. പിന്നെ അവിടുത്തെ ആ ഒരു വിദൂര ആൾക്കാരുടെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, അവരുടെ ഒരു മുഖത്തുനിന്ന് എനിക്ക് തോന്നിയത് അവരാരും ഹാപ്പി അല്ലെന്ന് തന്നെയാണ് സത്യമായിട്ടും. പ്രതീക്ഷിച്ച എന്റെ പോലെ എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിൽ വന്നതായിരിക്കും. അപ്പൊ അങ്ങനെ പറ്റിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും സങ്കടത്തിലായിരുന്നു. കാരണം ലാലേട്ടനെ കാണിക്കുമ്പോഴും എല്ലാം കയ്യടിയോടെ, അതായത് ഞാൻ ഇതിനും മുമ്പും പടത്തിൽ പോയിട്ടുണ്ട്. പല ആൾക്കാർ ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന പ്രേക്ഷകരുടെ കൂടെയാണ് ഞാൻ ഇരുന്ന് കണ്ടേക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് അങ്ങനെ ഉണ്ടായില്ല കേട്ടോ. ലാലേട്ടനെ കാണിക്കുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കാണിക്കുമ്പോൾ തുടങ്ങി, എല്ലാത്തിനും ആൾക്കാർ കയ്യടിയോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. നല്ല കയ്യടി വെച്ചപ്പോൾ ഇവിടെ കൂട്ടുകൂടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അവസാനമായപ്പോ ആൾക്കാർക്ക് സകല പ്രതീക്ഷ നശിച്ച അവസ്ഥയിലായിരുന്നു എല്ലാവരും. അതായത് കയ്യടി ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. എന്തോ ഒരു കഷ്ടം പോലെ ആൾക്കാരെല്ലാം ഇരുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആക്ച്വലി. അപ്പൊ അതാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണണം. ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് പോയി കാണണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വീണ്ടും കാണാം. അതുവരെ ബൈ.